ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക്. അതായത് കിറ്റിനായിട്ടും സോപ്പിൻ്റെ സാധനങ്ങൾക്കായിട്ടൊക്കെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളോടൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്കുള്ള ഓർഡറാണിത്. അതായത് സോപ്പ് ബേസ്, അതുപോലെ തന്നെ മോൾഡ്, ഒരു ഫ്രാഗ്രൻസ് ഓയിൽ, 2 കളറ്, അതുപോലെ തന്നെ ഗ്ലിസറിന്. ഇതാണ് നമ്മൾ കിറ്റാക്കിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ ഒരു ഇതിൽ നമ്മൾ പിയേഴ്സ് കളറും പിയേഴ്സ് സ്മെല്ലാണ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ പിയേഴ്സിൻ്റെ കളറ് കുറച്ചാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ആ എക്സ്ട്രാ ഉള്ള കളർ നമ്മൾ വെച്ച് കൊടുത്ത്, അത് കൂടാണ്ട് വേറൊരു കളറും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അടുത്ത ആൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് 5 കിലോനാണ് നമുക്കിത് ഓർഡർ കിട്ടിയിട്ടുള്ളത്. ഇത് ചിപ്സാണ്. അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ, അതായത് സ്ലൈസ് ആയിട്ടുള്ളതാണോ വേണ്ടത്, ബാറാണോ വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിപ്സുമായിട്ടുള്ളത് വെച്ച് കൊടുത്ത്. കാരണം അവർക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യുന്ന ആളുകളും ഉണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിയേഴ്സ് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോസ്. അപ്പോൾ അതിൽ വീഡിയോയുടെ ലാസ്റ്റ് തോന്നുന്നുണ്ട് 240 നമ്മുടെ കയ്യിൽ ഗ്ലിസറിൻ ബേസ് വരുന്നത്. അപ്പോൾ അതിൽ ലാസ്റ്റിലേക്ക് 40 എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്, സോപ്പ് ബേസിന് എന്താണ് റേറ്റ് എന്ന് ചോദിച്ചിട്ട്. പക്ഷെ അതിലെനിക്ക് എന്തോ അബദ്ധം പറ്റിയതാ തോന്നുന്നുണ്ട്. ഞാനത് ആ ആൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ വീഡിയോസ് വീണ്ടും എടുത്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ 240 എന്നുള്ളത് 200 അതിൽ കേൾക്കണില്ല, 40 മാത്രമാണ് കേൾക്കുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് ഒരുപാട് പേര് സോപ്പ് ബേസിന് എന്താ റേറ്റ് എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയണത് അതിൻ്റെ കയ്യിൽ വന്ന തെറ്റാണ്. അപ്പോൾ 1 kg ഗ്ലിസറിൻ ബേസിന് റേറ്റ് വരുന്നത് 240 രൂപയാണ്. ഇപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഗോട്ട് മിൽക്ക് ഓർഡർ കൊടുത്തിട്ടുള്ളൂ, വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാലാണെങ്കിൽ ഗോട്ട് മിൽക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിൽ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മെല്ലാണെങ്കിലും ഏത് തരം സ്മെല്ലാണെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, കമൻറ്റിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് പിയേഴ്സ് സോപ്പ് 18 രൂപയാണോ നിങ്ങളുടെ കയ്യിൽ, ഷോപ്പിലൊക്കെ നല്ല റേറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളവിടുത്തെ ഷോപ്പിലൊക്കെ എന്താ പറയുക 5 എണ്ണത്തിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കാരണം അത് തീരെ ഗ്രാമ് കുറവാണ് കേട്ടോ. പിയേഴ്സ് തന്നെയാണ് ഗ്രാമ് കുറവാണുള്ളത്. പല കുടുംബശ്രീക്കാരും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഓരോ ഷോപ്പിൽ കൊടുന്ന് വെക്കുന്നുണ്ട്. പക്ഷേ വെയിറ്റ് കുറവാണ്. അതിന് ഒന്നിന് 15 രൂപ, അതുപോലെ 12 രൂപ അങ്ങനെയൊക്കെയാണ്. അത് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ അതൊക്കെയാണ് റേറ്റ് വരുന്നത് ഞങ്ങളുടെ അവിടുത്തെ ഓരോ കടകളിലും. പിന്നെ ഷോപ്പിൽ ഞാൻ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത്. ഒരെണ്ണത്തിന് 18 രൂപയാണ്. അത് പിയേഴ്സ് മാത്രമല്ല, എല്ലാവിധ സോപ്പും എന്ന് പറഞ്ഞാൽ സഫ്രോൺ അതൊന്നും പറ്റൂല. ബാക്കിയുള്ള എല്ലാ ഒരുവിധ സോപ്പൊക്കെ നമ്മൾ ഹോൾസെയിൽ റേറ്റ് 18നാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹോൾസെയിൽ റേറ്റാണ് ഞാൻ പറയണത്, നമ്മൾ റീറ്റെയിൽ റേറ്റ് അല്ല പറയണത്. ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് അവർ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് കുറച്ചാലാണ് നമുക്ക് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 18 രൂപക്ക് കൊടുത്താൽ നിങ്ങൾക്ക് മുതലാവുമോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സോപ്പ് ബേസ് 40 രൂപക്ക് എവിടെയും നമുക്ക് കിട്ടില്ല. ഞാൻ തന്നെ പുറത്തുനിന്ന് എടുക്കണേ, എനിക്ക് പോലും 40 രൂപക്കല്ല ഇത് കിട്ടണം. 100ൻ്റെ ചോടയാണ് എന്ന് വിചാരിച്ചിട്ട് 40 രൂപക്കൊന്നും നമുക്ക് എവിടെയും കിട്ടില്ല. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വന്ന ഒരുപാട് പേര് കാണുകയാണെങ്കിൽ അവർക്കും കൂടെ ആണ് ഞാനീ പറയണത്. അതിപ്പോൾ ഇനി എത്ര കിലോ കൂടുതൽ എടുക്കുകയാണെന്ന് വെച്ചെങ്കിലും നമുക്ക് എന്തായാലും 50ന് ചോട എന്തായാലും നമുക്ക് കിട്ടില്ല, 100ന് ചോട എന്തായാലും കിട്ടും. അപ്പോൾ അങ്ങനെ വീഡിയോ കണ്ടിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ വീണ്ടും പറയണത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈസൻസ് വേണോ സോപ്പ് ഉണ്ടാക്കാൻ, നിങ്ങൾ ലൈസൻസ് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനന്ന് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ലൈസൻസ് അല്ല, ഞാൻ ഉദ്യം രജിസ്ട്രേഷനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉദ്യം രജിസ്ട്രേഷനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് മതി നമുക്ക് തൽക്കാലം ഷോപ്പുകളൊക്കെ കൊടുക്കാൻ. ഇനി നമ്മൾ കൂടുതലായിട്ട് വലിയ വലിയ കടകൾക്കൊക്കെ നമുക്ക് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട്
അതിനനുസരിച്ചിട്ട് നമ്മൾ വലിയ വലിയ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ലൈസൻസും കാര്യങ്ങളൊന്നും വേണ്ട, ഉദ്യം രജിസ്ട്രേഷൻ ചെയ്താൽ മതി. ആരുടെ പേരിലാണ് വെച്ചെങ്കിൽ നമ്മൾ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്ത് ആ കടലാസ് വെച്ചിട്ട് തന്നെ നമുക്ക് തൽക്കാലം വീടുകളിലും അതുപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ കൊടുക്കാം. അപ്പോൾ ഒരുവിധം ഡൗട്ടൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊന്നും ഇതിൽ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇന്നിപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ തന്നെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മെയിനായിട്ട് നമുക്ക് ആ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് 40 രൂപയാണോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനെ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, കോള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റും കേട്ടിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അത് പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു വീഡിയോസിലൂടെ പെട്ടെന്ന് തന്നെ അത് പറയാൻ തന്നെ കാരണം. അപ്പോൾ ഒരുവിധമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.